ഹലോ, ഒരു ഇടവേള കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്ന എൻ്റെ വീർപ്പ് മുട്ടിൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഏകദേശം 2 ആഴ്ച കൂടുതലായില്ലേ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഈ വീഡിയോ ഫോൺ കംപ്ലൈൻ്റ് ആവണേന് തലേ ദിവസം എന്തോ എടുത്ത് വെച്ചതായിരുന്നു. അപ്പോഴേക്ക് പിറ്റേന്ന് ഫോൺ കംപ്ലൈൻ്റ് ആയായിരുന്നു. പിന്നെ ഒരു വാശിയായിരുന്നു. ഞാൻ തൽക്കാലം ഒരു ഫോൺ യൂസ് ചെയ്തിരുന്നെങ്കിലും എല്ലാവരും പറഞ്ഞു അതിൽ ഈ ID വെച്ച് നമുക്ക് എൻ്റെ പഴയ യൂട്യൂബ് ചാനൽ എടുക്കാൻ പറ്റും, അതിൽ വീഡിയോസ് ഇടാം. പക്ഷേ എനിക്കൊരു വാശി പോലെയായിരുന്നു. ഞാൻ ഈ ഫോണിൽ ഇനി വീഡിയോസ് ഇടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇത് നന്നാക്കുന്നവരെ വെച്ചിരുന്നതാണ്. ഇത് ജൂലൈ 15-നോ 16-നോ എടുത്തൊരു വീഡിയോ ആണ്, പക്ഷേ ഇടാൻ പറ്റിയില്ലായിരുന്നു. ഇത് ഞാൻ വീട്ടിൽ ഞാനും ഇക്കായും പിള്ളേരും മാത്രമുള്ള ഒരു ദിവസം എടുത്ത വീഡിയോ ആണ്. അന്ന് റംസാന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ലഞ്ചും പിന്നെ ഞങ്ങൾക്ക് കാപ്പി മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അന്ന് വീട്ടിലാരുമില്ല, മാമ മരിച്ചെന്ന് പറഞ്ഞില്ല, ആ സമയത്തുള്ള വീഡിയോ ആയിരുന്നു. അപ്പം രാവിലെ എണീറ്റു, പല്ലൊക്കെ തേച്ച് വൃത്തിയായി. എനിക്ക് ഈ പല്ലൊക്കെ വീട്ടിനകത്ത് വെച്ച് തേക്കണ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എനിക്ക് വെളിയിൽ പ്രകൃതി രമണീയൊക്കെ ആസ്വദിച്ച് വേണം ഇത് ചെയ്യാൻ. പിന്നെ വീഡിയോ ഇടുന്നത് കൊണ്ട് ഞാൻ ഒരു ദിവസത്തേക്ക് എൻ്റെ ശീലം അങ്ങ് മാറ്റി വെച്ചെന്നേ ഉള്ളൂ. തലേ ദിവസം തന്നെ ദോശയ്ക്കുള്ള മാവ് വാങ്ങിച്ച് വെച്ചായിരുന്നു. മാവാണെങ്കിൽ വീർത്ത് ഇപ്പോൾ പൊട്ടിട്ടോ പിന്നെ പൊട്ടിട്ടോ എന്നുള്ള അവസ്ഥയിലിരിക്കുന്നു. ആദ്യം ഉടനെ തന്നെ ചായ ഇടുമെന്ന് വിചാരിച്ചു. ഇവിടെ പൊടി ചായയാണ്, അപ്പോൾ കട്ടനൊക്കെ തിളപ്പിച്ചു, ചായയൊക്കെ ഇട്ടു. ചായ ഇട്ട് ഉടനെ തന്നെ ചമ്മന്തി കറിക്ക് തേങ്ങ തിരികി ചമ്മന്തി അരച്ചാൽ പിന്നെ ദോശ ചൂടായിട്ട് ചുട്ടെടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതൊന്ന് നടക്കുന്നതൊന്ന്. ചമ്മന്തി അരച്ച് വെച്ചെന്നല്ലാതെ ചമ്മന്തി വെക്കാൻ സമയം കിട്ടിയില്ല. അപ്പോഴത്തേക്കും നല്ല സമയമായി അവന് പോകാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് 2 ദോശ ചുട്ട് അവനും കൊടുത്തു. പിന്നെ അവന് കുഞ്ഞു ദോശ മതി എന്ന് പറഞ്ഞു. അവന് കറി വേണം, പഞ്ചസാരയെ കൊണ്ടുപോകത്തുള്ളൂ. അങ്ങനെ ദോശയൊക്കെ ചുട്ടു അവന് എല്ലാമൊക്കെ പാക്ക് ചെയ്ത് സ്കൂളിലോട്ട് വിട്ടു. ഇത് ടാറ്റ പറയാൻ മറന്നു പോയതുകൊണ്ട് തിരിച്ച് വന്ന് ടാറ്റ ഉമ്മ അതൊക്കെ ആവശ്യമാണ് തന്നിട്ടങ്ങ് പോണതാണ്. രാവിലെ ഇതിൻ്റെ അവസാനം വരുമ്പോൾ യവനും ഞങ്ങളെ കൂടെ ഉണ്ട്. ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് പോവാണ്. യവനെ കൊണ്ടുപോകാൻ പ്ലാനില്ലാത്തത് കൊണ്ട് സ്കൂളിൽ പറഞ്ഞു വിട്ടു. അവൻ തിരിച്ചെത്തുമ്പോഴത്തേക്ക് എത്താമെന്നുള്ള ഒരു വിശ്വാസത്തിൽ. പക്ഷേ അതിന് മുമ്പേ ഞങ്ങൾ എത്തില്ല എന്ന് മനസ്സിലായപ്പോൾ തിരിച്ചു പോയി വിളിച്ചുകൊണ്ട് വരികയും ചെയ്തു. പിന്നെ അവനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ പെട്ടെന്ന് ചമ്മന്തി കറിയൊക്കെ വെച്ചു, ഒരു കട്ടനൊക്കെ ഇട്ടു, ചായയൊക്കെ കുടിച്ചു. ഞാൻ ഇക്കായെങ്കിലും കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പുതിയ ക്യാമറ സ്റ്റാൻഡ് ഞാൻ വാങ്ങിച്ചിട്ട് അത് ആദ്യമായിട്ട് എടുത്ത വീഡിയോ ആണ്. അതിനുശേഷം പിന്നെ ഞാൻ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഹലോ ഗായ്സ് അങ്ങനെ ഞാൻ പറഞ്ഞു എന്നെ മാത്രമേ കാണുള്ളൂ, ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വാറ്റിയും താറ്റിയൊക്കെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ രാവിലെ തന്നെ അവിടെ പോകണമെന്ന് മാമാര നേർച്ചയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പോകണമെന്നുള്ളതുകൊണ്ട് പിന്നെ വേറെ ഒന്നിനും നിന്നില്ല. പാത്രമൊക്കെ കഴുകി വെച്ചു. പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി. നിങ്ങൾ ചോദിക്കും ഈ ഒരു ഡ്രസ്സേ നിനക്കുള്ളുവാന്ന്. അല്ല, എനിക്ക് ദൈവം സഹായിച്ച് ഇഷ്ടം പോലെ തുണിയുണ്ട്. പക്ഷേ നായ നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ അവസ്ഥ. ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ട് എനിക്കത് ഇട്ടുകൊണ്ട് പുറത്ത് പോയി അവന് പാലൊക്കെ കൊടുക്കാൻ നല്ലതാണെന്ന് തോന്നി പിന്നെ ഞാനത് കുറേ ദിവസം ഉപയോഗിച്ച് മടക്കി വയ്ക്കാറുള്ളൂ. പിന്നെ ഞങ്ങൾ കുറേ നേരം പോയി കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴത്തേക്കും കൈയുടനെ വെള്ളമൊക്കെ കിട്ടി. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് വരെ കഴിച്ചായിരുന്നു. ആ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായിപ്പോയി. വെള്ളം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിച്ചു. പിന്നീട് ഇതെല്ലാം വൈകുന്നേരത്തതാണ്. അവിടെ എല്ലാം ഒതുക്കിയതിന് ശേഷം കസേരയൊക്കെ അടുക്കിക്കൊണ്ടിരുന്നിടത്ത് കണ്ടില്ലേ നമുക്ക് തിരിച്ചു വന്നത്. ഉച്ചയ്ക്ക് പോയി വിളിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ എൻ്റെ റിതാങ്കൊണ്ടിനെ ഉറക്കി ഞാനും അവരെ കൂട്ടത്തിൽ വന്നിരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഒഴുക്കമ്മ മുട്ടായിയൊക്കെ ചപ്പിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇക്ക വിളിച്ച് റിതാനുണ്ടെന്ന്. അങ്ങനെ അവിടെ പോയപ്പോഴത്തേക്ക് എൻ്റെ അനിയനങ്ങ് ഉറക്കം വന്നു. അവൻ കയറി കിടന്നപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം കൂടെ അവനെ കയറി അങ്ങ് വളഞ്ഞ് ഇടിച്ച് പിഴിഞ്ഞ് ചാറാക്കിയെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം. ടാറ്റാ ബൈ ബൈ, സീ യു.